മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മഞ്ഞപ്രയിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. മഞ്ഞപ്രയിൽ തിങ്കളാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. രാവിലെ 10:30 ശക്തമായ കാറ്റിലാണ് കൂറ്റൻ മരങ്ങൾ ഉൾപ്പെടെയുള്ള വൻവൃക്ഷങ്ങൾ കടപുഴകിയും വട്ടമൊടിഞ്ഞും ദുരിതം വിതച്ചത്. വാഴ ഉൾപ്പെടെ നിരവധി കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 9-ാം വാർഡിലെ കനാൽ തീരത്ത് നിന്നിരുന്ന കൂറ്റൻ വാഗമരം കടപുഴകി റോഡിലേക്ക് മറിഞ്ഞു. ഇതുമൂലം മെഡിക്കൽ സെന്റർ, ആശുപത്രി, RC ചർച്ച് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വൈദ്യുതി കാലുകൾ പലതും ഇളകിയും ചെരിഞ്ഞുമാണുള്ളത്. വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കനാൽ തീരത്തെ അപകടാവസ്ഥയിൽ വേരുകൾ പുറമെ കാണത്തക്ക വിധം നിന്നിരുന്ന മരം കടപുഴകിയതിനെ തുടർന്ന് 9-ാം വാർഡിൽ താമസിക്കുന്ന തിരുതനത്തിൽ ഷെയ്ബി പാപ്പച്ചന്റെ മതിൽ ഭാഗികമായി തകർന്നു. ഗേറ്റിന് കേടുപാടുകൾ സംഭവിച്ചു. കാറ്റിൽ റോഡിലേക്ക് പതിച്ച മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിനെ ചൊല്ലി ഏറെ നേരം ഇവിടെ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നു. കനാൽ തീരങ്ങളിൽ നിലനിൽക്കുന്ന അപകടകരമായ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റമെന്ന നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യം പരിഗണിക്കാതെ പോരുന്ന അധികൃതരുടെ അലംഭാവമാണ് ഇത്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. നിരവധി തവണ പഞ്ചായത്ത് ഇറിഗേഷൻ ബന്ധപ്പെട്ട അധികാരികൾക്കും മറ്റും പരാതി നൽകിയിട്ടും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ CV അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ ശിഖരങ്ങൾ വെട്ടിമാറ്റി മണിക്കൂറുകൾ നേരിട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇവിടെ തന്നെ ഒരു പാഴ്മരം വട്ടമൊടിഞ്ഞ് റോഡിന് കുറുകെ കനാൽ തീരത്തെ മറ്റൊരു മരത്തിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. KCB അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം ഗൗരവതരമായി ബോധ്യപ്പെടുത്തിയതായി വാർഡംഗം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാലടി.